എന്താ കാര്യം പറയാൻ പറ്റില്ല. നെഞ്ചത്ത് കയറി പറയണോ? എന്താ കാര്യം പറയണോ? എവിടെ പനി ഒരാഴ്ച രണ്ടാഴ്ച എങ്ങനെ പണിയെടുത്ത് പണി കഴിഞ്ഞിട്ട് ഞാൻ എവിടെ വരും? അതിരിക്കട്ടെ, നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന്റെ ഉദ്ദേശം എന്താണാവോ? എന്താ സംഭവം പറ കേക്കട്ടെ. പൈസ ചെലവാക്കണോ? എവിടെ എല്ലാം കിട്ടും. ഏതാ വേണമെങ്കിൽ പെണ്ണ വേണമെങ്കിൽ പെണ്ണ കിട്ടും. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. അതെത്രയുണ്ട്? ഇതൊന്ന് എന്റെ 1000. അപ്പൊ 1001 ചരക്കെ പിറക്കും. എവിടെ എല്ലാം കിട്ടും. ഏതാ വേണമെങ്കിൽ പെണ്ണ വേണമെങ്കിൽ പെണ്ണ കിട്ടും. ആളുകള് എന്തൊക്കെ കഥയാണ് അടിച്ചിറക്കുന്നത്. ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്രേ കാലത്തില് 500 രൂപ 400 രൂപ 300 രൂപയ്ക്ക് തന്നെ ആ പെണ്ണ കിട്ടും. പെണ്ണ ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഈ പെണ്ണുങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? അതാ ബംഗാളാണോ? എല്ലാം ആസാമി ഉണ്ട്, മലയാളം ഉണ്ട്, ബംഗാളി ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്. നിങ്ങളെയും കാത്ത് നാടൻ ബോംബിന്റെ ഒരു കമനീയ ശേഖരം ഉണ്ട്. പോയാലോ? എല്ലാ സ്ഥലത്തും ഉണ്ട്. മലയാളി ഉണ്ടെങ്കിൽ 1500, പിന്നെ ആസാമി ഉണ്ടെങ്കിൽ 1000 രൂപ. ഇത് ലോക്കൽ ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഈ റേറ്റ്. ബാക്കിയെല്ലാം നല്ല വിലയാ. പിന്നെ കൊൽക്കത്ത ആൾക്കാരുണ്ട് 400 രൂപയ്ക്ക് 300 രൂപയ്ക്ക്. അത് കുറെ വേഴ്സ് ഉണ്ട് ആൾക്കാർ. അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. മലയാളിക്കാണ് ഡിമാൻഡ് കൂടുതൽ. മലയാളി അതിന്റെ ഡിമാൻഡ് കൂടുതൽ. എല്ലാവർക്കും എന്നെ മതി. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എനിക്ക് പറയണ പേടിയില്ല. അതിനെ ഡയറക്റ്റ് പറയും. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. മലയാളി അതിന് 2000 രൂപ 2500 മേടിക്കും. ഞാൻ പോയിട്ടുണ്ട്. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? അതിന്റെ എനിക്ക് അതാ നല്ലത്തെ അറിയോ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? ഇത് ഏത് ലോഡ്ജിലൊക്കെ ഇതൊക്കെ നടക്കുന്നത്? റോസ് ഉണ്ട്, റൂം ഉണ്ട്. ഏതാ ലോസിൽ പോവാക്കി കിട്ടും. പിന്നെ വലിയ നിലയിലല്ലേ? എടോ, ഇത് ലോക്കൽസിന് വേണ്ടി ഒരു ലോക്കൽ നടത്തുന്ന ഒരു ലോ ക്ലാസ് ബാറാണ്. റൂം കിട്ടും. ആധാർ കാർഡ് കൊടുത്താൽ മതി. ഇത് കൊള്ളാമല്ലോ, നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. ഇവിടെ എന്ത് ആളുടെ ഒക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്തോട്ടൊക്കെ പോകുന്നത്? ഓട്ടോക്കാരാണോ കൊണ്ടുപോകുന്നത് അതോ ആരാ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ലോസലി പോവാക്കി പറയാം. ഇപ്പൊ റൂമില്ല, നിൽക്കുന്ന സ്ഥലമില്ല, അതിന് ലോസലി വന്ന അങ്ങനെയൊക്കെ ഓട്ടോക്കാർക്ക് പറയും. ഓട്ടോക്കാർക്ക് ഒന്നും അറിയണ്ട. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഇതൊക്കെ എവിടെ സൂക്ഷിക്കുന്ന ഈ ലഹരി മരുന്നുകളൊക്കെ? ഈ പെരുമ്പോ ഈ മാർക്കറ്റിൽ എല്ലാം കിട്ടും. കട ഒന്നും ഇല്ല. കേട്ടല്ലോ. എന്റെ 50 വർഷത്തേക്കുള്ള ഡീലുകളാ. പെണ്ണ ഉണ്ടെങ്കിൽ പെണ്ണ ഇങ്ങോട്ടോ വരും. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കൂ, എല്ലാ പെണ്ണ എവിടെ നടക്കും. കൊറേ പെണ്ണ ഉണ്ടാവും. ആ മലയാളി പെണ്ണ ഉണ്ടെങ്കിൽ അവിടെ റൂമിൽ പോകണം. ഇവിടെ 1 കിലോമീറ്റർ ഉണ്ടാവില്ല മലയാളി പെണ്ണ ഉണ്ടെങ്കിൽ. സത്യം പറ, ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഇങ്ങ റെന്റുക്ക് വീട് കിടക്കുമ്പോ എല്ലാ പരിപാടിയും ഉണ്ട്. ഗാഞ്ചായൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ഗാഞ്ചായൊക്കെ ഭയങ്കര. ആസാമിൽ ഉണ്ടെങ്കിൽ 20 രൂപയ്ക്ക് സാധനം ഇവിടെ 600 രൂപ വേണോ. ഇവിടെ ഒരു പോലീസ് വരികയില്ല. അങ്ങനെ ഒരു പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരം വണ്ണം പോവില്ല. ഇത് കര വേറെ മനെ. അവിടെ 200 രൂപയ്ക്ക് സാധനം കിട്ടുന്ന സാധനം ഇവിടെ 600 രൂപ വേണം. അത്ര വില ഇവിടെ. വല്ല ലോക്കൽ ചാരാമറ്റായിരിക്കും. എന്താ എന്റെ പേര്? നാരങ്ങി ഇന്നല്ലേ? അപ്പൊ തനിക്ക് അറിയാല്ലേ? അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഈ പോലീസും എക്സൈസും ഒക്കെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ 25,000-30,000 രൂപയൊക്കെ പൈസ കൊടുത്തതിന് ശേഷമാണ് ഇറങ്ങി വരുന്നതെന്നാണ് അയാളുടെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാൻ നിൽക്കില്ല. കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യുവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. കൂടാതെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ ആവശ്യം പോലെ കിട്ടും. അത് മലയാളികളെ ഉൾപ്പെടെ കിട്ടും. മലയാളികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ. ആരോടും പറയരുത്, ഞാനൊരു വലിയ സംഭവം. 1500 രൂപയാണ് മലയാളികൾക്ക്. പിന്നീട് ഈ പറയുന്ന ആസാമീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 1000. പിന്നെ ഈ ബംഗാളിലെ പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് 300 രൂപയ്ക്ക് വരെ ഇവിടെ ആളുകളെ കിട്ടുമെന്നാണ് പറഞ്ഞത്.
വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ആസാം സ്വദേശി നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരിപാടി നന്നാക്കേണ്ടത് എന്റെ കാണുമ്പോ എന്റെ ദൗത്യം കഴിഞ്ഞു.